നമുക്കറിയാം ഗസ ഇന്ന് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഗസ എന്ന് പറയുന്നത്. ഈ റമദാൻ വിട പറയുമ്പോൾ നമ്മുടെ നിറകണ്ണുകളോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗസ കടന്നു വരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തൂഫാനുൽ അഖ്സയിൽ 50,50,000-ലധികം ആളുകളാണ് രക്തസാക്ഷികളായത്. അവർ രക്തസാക്ഷികളായത് സ്വന്തം മണ്ണിന് വേണ്ടിയാണ്, മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതിൽ 17,000 കുട്ടികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 17,000 വരുന്ന ചോര പൈതങ്ങളെ കുരുതി കൊടുത്തതിന്റെ ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് കോളനി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വവും സയനിസവുമാണ്. പിറന്ന മണ്ണിന് വേണ്ടി പൊരുതുന്ന ഒരു ജനത, ഖുദ്സിന് വേണ്ടി പൊരുതുന്ന ഒരു ജനത. ഖുദ്സ് അവരുടേത് മാത്രമല്ല, ഖുദ്സ് ലോകത്തുള്ള ഒരുപാട് മതവിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്ന 3 ഗേഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗേഹമാണ്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് മസ്ജിദുൽ നബവിയാണ്, മൂന്നാമത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മസ്ജിദുൽ അഖ്സയാണ്. നമുക്കറിയാം, ഒന്നും നേടാനാവാതെ തുഫാനുൽ അഖ്സയിൽ നിന്ന് പിന്തിരിയേണ്ടി വന്ന നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരത്താഴ സമയത്ത് അതിക്രൂരമായ രീതിയിലാണ് വംശഹത്യക്ക് തുടക്കം കുറിച്ചത്. 700-ലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. അതിലും 200-ഓളം വരുന്നത് കുട്ടികളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജനാദ നിരന്ന് കിടക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നില്ലേ? ഭക്ഷണം നിഷേധിക്കപ്പെട്ട, വെള്ളം നിഷേധിക്കപ്പെട്ട, മെഡിസിൻ നിഷേധിക്കപ്പെട്ട, വെളിച്ചം നിഷേധിക്കപ്പെട്ട, പിറന്ന മണ്ണിൽ ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് ഗസയിലുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. 3 ആഴ്ചയായി ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ട് തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 3 ആഴ്ചയോളമായി 90% ജനങ്ങൾക്കും കുടിവെള്ളം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ നോമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ അത്താഴം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കുടിവെള്ളം കിട്ടാത്ത ഒരു ജനതയുടെ റമദാനും ഇഫ്താറും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. WFP എന്ന് പറയുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ UNOയുടെ സംവിധാനമാണ്. അവര് പറയുന്നത് 6 മാസത്തിന് $265 ദശലക്ഷം സഹായം കിട്ടിയെങ്കിൽ ആ ജനതയെ ഊട്ടാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല 187 ദശലക്ഷം പൗണ്ട് ഭക്ഷ്യവസ്തുക്കളാണ് അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞിട്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ജനം ഭക്ഷണവുമായി നിലകൊള്ളുമ്പോ മറുഭാഗത്ത് ആ ജനതയെ പട്ടിണിക്കിട്ട് സാമ്രാജ്യത്തെ കഴുകന്മാർ ആ മണ്ണിനെ വീതം വെച്ചെടുക്കാനുള്ള ശ്രമത്തിലാണുള്ളത് നമുക്കറിയാം. ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾ അവിടെ ടൂറിസ്റ്റ് ഭൂമിയാക്കുമെന്നാണ്, മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങളുടെ വിശാല ഇസ്രായേലാക്കി മാറ്റുമെന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തന്നെ അവരുടേതായ പദ്ധതിയുണ്ട്. ആ മണ്ണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ മണ്ണാണ്. നിങ്ങൾക്കറിയോ, അവരെല്ലാവരും അവരുടെ വീട് വിട്ടിറങ്ങുന്ന ഘട്ടത്തിൽ അവരവരുടെ വീടുകളിൽ നിന്ന് വീട് പൂട്ടി അവരുടെ താക്കോൽ അരയിൽ വെച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ഫലസ്തീനികൾ ഇന്നും മരണപ്പെടുന്ന ഘട്ടത്തിൽ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന അനന്തര സ്വത്താണെന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അവരുടെ ജീവിതത്തിന്റെ പ്രയാണം എന്ന് പറയുന്നത്. ഫലസ്തീനിൽ പൊരുതി ഷഹാദത്ത് വരിച്ച മഹാരഥന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കോ. അവർ ജനിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, അവർ ജീവിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, അവരുടെ ജീവിത പ്രയാണം അഭയാർത്ഥി ക്യാമ്പുകളിലൂടെയാണ്. അന്നെല്ലാം അവർക്ക് അനന്തരമായി കൊടുക്കാനുള്ളത് ആ തുരുമ്പിച്ചുകൊണ്ടിരിക്കുന്ന താക്കോൽ കൂട്ടമാണ്. അവരുടെ ജീവിതത്തെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു കാലം ഞങ്ങൾക്ക് ആ വീട് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് അവരെ കുടിയിറക്കുന്നിടത്ത് ഇസ്രായേലിനെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലികളെ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. വിശുദ്ധ റമദാൻ കഴിഞ്ഞ നമ്മളൊക്കെ പെരുന്നാളിന്റെ ആരവത്തിലാണ്. നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റമദാൻ അവസാനമാകുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ വസ്ത്രപ്പെടുത്തിയിരിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ കയ്യിൽ മൈലാഞ്ചി അടിഞ്ഞ് പുതുവസ്ത്രവും ധരിച്ച നമ്മുടെ കുട്ടികൾ ഈദ് മുബാറക്കുമായി വരുമ്പോ ഞാൻ പറയുക, ഗസയിലെ കുട്ടികൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണമെന്നാണ്. പുഞ്ചിരി മാഞ്ഞുപോയ ഗസയിലെ പൈതങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടതാണ്. രക്തത്തിന്റെ നിണമണിഞ്ഞ പിഞ്ചു പൈതങ്ങൾ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കേണ്ടതാണ്. അവർ വിശുദ്ധ പെരുന്നാളിൽ, സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഒരുപക്ഷെ അവർ പുത്തൻ ഉടുപ്പിനല്ല അവർ നെട്ടോട്ടം ഓടുന്നത്. അവർ ഓടുന്നത് കഫപ്പുടവയ്ക്ക് വേണ്ടിയാണ്. ശരീരഭാഗങ്ങൾ ശിഥിലമാക്കപ്പെട്ട പിഞ്ചുമക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പടച്ചോരോട് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ?
അവരുടെ നിശ്ചയദാർഢ്യം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പറയുക, ലോകം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ലോകത്ത് ലോകം തന്നെ ഇതിന് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ, വൈദൽ മൗദത്തു സുയിലത ബിഅയ്യി ദംബിൻ ഖുതിലത. എന്തിനാണ് ഈ പിഞ്ചുബാലികന്മാർ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പിഞ്ചുപൈതങ്ങൾ കൊല ചെയ്യപ്പെട്ടത് എന്ന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും കൈകെട്ടി ലോകം മറുപടി പറയേണ്ടുന്ന ഏറ്റവും ഹീനമായ കൃത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ പോലും, വരാനിരിക്കുന്ന ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ പോലും അവർക്ക് തങ്ങാൻ ഇടമില്ല, കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. പരസ്പരം ഈദാശംസ നേരുന്നതിനപ്പുറം ഒരുപക്ഷെ അനാഥരായ മക്കൾ ആശ്വസിപ്പിക്കാൻ പോലും ആശ്വാസവാക്കുകളില്ലാതെയാണ് ആ ജനത ഈ റമദാനിനെയും അതുപോലെ തന്നെ പെരുന്നാളിനെയും അവർ അഭിമുഖീകരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ പറയുക, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ആ ജനത ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മർദ്ദിതരായ ജനവിഭാഗത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ.